ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, മുത്തശ്ശി, അച്ഛനും അമ്മയും മുത്തശ്ശിയോട് വഴക്കുണ്ടാക്കിയോ? എടി, അവര് വഴക്കുണ്ടാക്കിയാൽ എനിക്കെന്താ? എടി, എന്റെ നാവിന്റെ ഒപ്പം നിന്റെ അച്ഛന്റെ അമ്മയുടെ നാവ് പൊന്തില്ല. ഇടയ്ക്ക് ഓരോന്നും വരുന്നുണ്ട്. പക്ഷേ എന്റെ ഒച്ച പൊന്തിയെന്ന് കണ്ട നിർത്തും. അല്ലെങ്കിലേ ഞാൻ നാട്ടുകാരെ വിളിച്ചുകൂട്ടി നാറ്റിക്കുമെന്ന് രണ്ടെണ്ണത്തിനും അറിയാം. അതവിടെ നിക്കട്ടെ, അവിടെ എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞ എന്നെ കൊണ്ട് രണ്ടെണ്ണവും പോറുതി മുട്ടിയിരിക്ക. അവരെ ഒന്നിച്ചിരിക്കാനോ കിടക്കാനോ ഞാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ബഹളം വെച്ചും കരഞ്ഞും രാധികയെ പിടിച്ച് എന്റെ മുറിയിലേക്ക് കൊണ്ടുപോകും. അവൾ അവിടെ കിടക്കട്ടെ. വരുണനോടുള്ള ദേഷ്യം കാണണം മുത്തശ്ശി. ദേഷ്യം വരട്ടടി. അവൻ എന്തുമാത്രം ദേഷ്യം വരുന്നോ അത്രയും നല്ലത്. മിക്കവാറും വരുൺ എന്നെ തല്ലി ഇറക്കുന്നാ തോന്നുന്നേ. എടിയ, അവനങ്ങനെ തല്ലിയിറക്കാൻ തോന്നിയാലേ നമ്മള് രക്ഷപ്പെട്ടു. പിന്നിത് നേരെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ചെന്ന് നിക്ക. പിന്നെ അവനെ മാത്രമല്ല, കണിമംഗലത്ത് നിന്നും ഓരോരുത്തരെയായി നമ്മളെ വിചാരണയ്ക്ക് കൊണ്ടുപോയി നിർത്തും. ഒന്നും അറിയാതെ ഞാൻ ഈ കളിക്ക് ഇറങ്ങി പുറപ്പെടില്ല എന്റെ മോളെ. വക്കീലിനോട് ചോദിച്ചിട്ട് തന്നെയാ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് മോൾ അവിടെ തന്നെ നിന്നു. പിന്നെ കൂട്ടത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം, ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കി രാധികയും വരുണിനെ അകറ്റാൻ നോക്കണം. അതൊന്നും നടക്കില്ല മുത്തശ്ശി. രണ്ടെണ്ണം ഇരുമ്പും കാന്തവും പോലെ ഒട്ടിപ്പിടിച്ചിരിക്കോ. എടി, ഈ ലോകത്തൊരു പെണ്ണ് വിചാരിച്ചാ തകർക്കാൻ പറ്റാത്ത ഒരു ബന്ധവുമില്ല. സാഹചര്യം അനുസരിച്ച് നിക്കണമെന്ന് മാത്രം. രാധികയില് വരുണിന് അതൃപ്തിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ തിരിച്ചും. എന്നിട്ടേ വീണ്ടും വീണ്ടും അവരെ കൊണ്ട് ചെയ്യിക്കണം. ഒരിക്കൽ ഒരു പ്രാവശ്യം അവനൊന്ന് ശബ്ദം ഉയർത്തിയാലുണ്ടല്ലോ, അവിടെ നിന്ന് തുടങ്ങാൻ നമുക്ക്. ഞാൻ നോക്കട്ടെ മുത്തശ്ശി. ആ നാശം പിടിച്ച രണ്ടെണ്ണത്തിന്റെ പ്രേമം കാണുമ്പോഴേ എനിക്ക് കൈയും കാലും വിറയ്ക്കുക. കണക്കൊക്കെ നമുക്ക് തീർക്കാവടി മോളെ. ഇതിലും സമാധാനങ്ങളുള്ള എത്രയോ കുടുംബങ്ങൾ നിന്ന് കത്തിയിരിക്കുന്നു. അവിടെ പിന്നെ നീ എന്തെങ്കിലും ചെയ്താൽ സഹായിക്കാനായിട്ടേ കൽപ്പനയും ഉർവശിയും ഉണ്ടല്ലോ. നീ ഒന്ന് കൊളുത്തി വിട്ടാ മതി. അതിലെണ്ണ ഒഴിക്കേണ്ട കാര്യം അവര് ചെയ്തോളൂ. ശരി മുത്തശ്ശി, ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തായാലും മുത്തശ്ശിയോട് പറഞ്ഞിട്ടേ ഞാൻ ചെയ്യൂ. അത് മതി. എന്ത് ചെയ്താലും നിയമത്തിന്റെ ഒരു സംരക്ഷണം നമുക്കുണ്ടാവണം. നിയമത്തിന്റെ പേരിലാവണം.